ഹലോ, ഇന്നത്തെ വീഡിയോയിലെന്ന് പറയുന്നത് നമ്മളെ ചക്കക്കുരു ഇല്ലേ, ചക്കക്കുരു വെക്കുമ്പോൾ നാട്ടിലൊക്കെ ചെന്നതല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ എല്ലാ നാട്ടിൻപുറത്തുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞാൽ ഇതൊരു ഫെമിലിയർ ആയിരിക്കും. പക്ഷേ നമ്മളൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞാൽ ഇതെങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ടൈമിൽ ചെല്ലുക എന്ന് പറയുന്നത് തന്നെ റെയറായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ, എപ്പോഴൊന്നും കിട്ടുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ നല്ല ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കൂടി വേണേ. ഇതിപ്പോൾ ഞാൻ ചക്കക്കുരു തോല് കളഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമ്മൾ അതിൻ്റെ മുകളിലത്തെ തോല് ഉണക്കി വെച്ചിട്ട് അതിൻ്റെ തോല് ഇത് ചുരണ്ടി കളയുമല്ലോ തോല്, അതെല്ലാം കൂടി ഒന്ന് തോല് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുക്കർ എടുത്ത് വെച്ച് കുക്കറിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ വെച്ചാൽ ചക്കക്കുരുവിന് കുറച്ച് വേവ് കൂടുതലല്ലേ, അപ്പോൾ അത് വേഗം ആവുകയും ചെയ്യുമല്ലോ. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഒരു വഴണിയില, ഇതൊക്കെ ഏലക്കായൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് സവാള എടുത്താൽ മതിയാവും, ഒരു മീഡിയം, വല്ലാതെ വലിപ്പവും ഇല്ല, അധികം ചെറുതുമല്ല, അങ്ങനത്തെ രീതിയിൽ ഒരു അത്യാവശ്യം വരുന്നത് നമുക്കറിയാമല്ലോ എത്ര കറിക്ക് എത്ര വേണമെന്ന്. അതും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 വലിയ വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതും ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലകളെല്ലാം നമ്മുടെ മസാല മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് മസാലയും എല്ലാം കൂടി ഒന്ന് വഴറ്റി നല്ല മണമൊക്കെ പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. മസാലയുടെ മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി വരണേ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിൽ ഒരു തക്കാളി, അത്യാവശ്യം ഒരു നല്ല വലിയ വലിപ്പമില്ല, അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് വഴറ്റിയെടുത്തിട്ട് ഇതൊക്കെ ഉണ്ടാവും നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ളത്, അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ല ഇതാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, ഗ്രേറ്റില്ല അതിൻ്റെ ആ ചക്കക്കുരുവിൻ്റെ മുകളത്തെ ഭാഗം നമ്മൾ നല്ലോണം കത്തി വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുമല്ലോ, അതൊക്കെ എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി, ഇനി അത്യാവശ്യത്തിന് ഉപ്പും അത്യാവശ്യത്തിന് വെള്ളവും, അതുപോലെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്, ആ ഒരു മസാല കിട്ടാൻ വേണ്ടിയിട്ട്, ചിക്കൻ കറിയുടെ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചിട്ട് കുക്കറൊന്ന് വേവിക്കാൻ വെക്കണം. നമ്മൾ നാട്ടിലൊക്കെ പോയതല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരുക്ക് ഇഷ്ടംപോലെ കിട്ടില്ല, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. അത് ചക്കേൻ്റെ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേത് പറഞ്ഞൊരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടത്. ഇത് കുക്കർ തുറന്നപ്പോൾ കണ്ട നല്ല അടിപൊളി ചക്കക്കുരു മസാല, അതായത് ചിക്കൻ മസാല വെച്ച പോലെ തന്നെ ഉണ്ടാവും, കാരണം നമ്മൾ ചിക്കൻ മസാല ഇട്ടിട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറും കിട്ടും. അപ്പോൾ നല്ല അടിപൊളി കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കി ട്രൈ ചെയ്തിട്ട് പറയണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഫോളോ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.